ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണത്തിനിടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തികൾക്കെതിരെ വ്യാപാരികൾ പ്രതിഷേധിച്ചു. ഏകോപനമില്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. നിള IPT കോളേജ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പ്രവൃത്തികൾ ഇഴയുകയാണ്. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലാണ്. അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വലിയ കിടങ്ങാണ്. കുടിവെള്ള വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് വൈകുന്നതാണ് റോഡ് നവീകരണ പ്രവൃത്തികൾ വൈകാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡയറക്ഷൻ കൊടുക്കുന്നത് ഇത് രണ്ടൊരു കോർഡിനേറ്റ് ചെയ്യുന്ന വർക്കാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കൂടി കയറി വന്നത്. നിങ്ങൾ അവരും ഈ കാർ ചെയ്യുമ്പോൾ നമ്മളോട് പറയണം ഇതിൻ്റെ ഉണ്ട്, നിങ്ങൾ പൈപ്പിട്ട് നിർമ്മാണം കയറി. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓരോ ദിവസം നമ്മൾ ഇത്ര ചെയ്തു എന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് കിട്ടും. ഇന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മെയിൻ റോഡിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തല്ലാതെ വേറെ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പൊ സ്കൂളിന്റെ അവിടെ ജംഗ്ഷന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ വന്നത് നമുക്കൊരു പ്രയാസം തന്നെ അത് പൈപ്പിട്ട് പോയല്ലോ. അവര് കാണിച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. അവിടുന്ന് ആ ഓട്ടോ സ്റ്റാൻഡിൽ പൈപ്പിട്ട് പോയി. പക്ഷെ ഗ്യാപ്പ് ഇപ്പോഴും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വന്നിട്ട് നല്ല ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെ ലിവിങ് നടത്തിയിട്ടില്ല. ബസ് സ്റ്റാൻഡിന്റെ അവിടെ താൽക്കാലിക യൂസ് നടത്തിയിട്ടുണ്ട്. അവിടെ ആദ്യം കുളിക്കണം. അവിടെ കുളിക്കണ്ട. സ്റ്റേഷന്റെ കോർണർ സ്ഥലം നമ്മൾ കണ്ടുവച്ചിരുന്നു. ഇപ്പോൾ ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. അത് ഇനി കുളിക്കില്ല, തന്നെ പോകും. പക്ഷെ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് കറക്റ്റ് സെന്ററിലാണ് പൈപ്പ് ഉള്ളത്. പമ്പിങ് അത് നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് അടിക്കപ്പ് കൂടെ കൊടുത്തിട്ട് ഈ DI പൈപ്പ് ഉണ്ടല്ലോ, ഇരുവിന്റെ പൈപ്പ് അത് കണക്ട് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ സൈഡ് പറഞ്ഞാല് ഒരു RR ഉണ്ട്, കടകളൊക്കെ ഉണ്ടല്ലോ. അവിടെ കുളിക്കാൻ പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് അറിയിച്ചു. ആ ഒരു 150 മീറ്റർ 200 മീറ്റർ ഉള്ള സൈഡ് ഉണ്ടല്ലോ, ഈ ബസ് സ്റ്റാൻഡ് ഔട്ടില്ലേ, അവിടെ പൊളിച്ചു നോക്കി. അപ്പൊ ഫുള്ള് കരിങ്കല്ലിന്റെ ഇതാണ്. അവിടെ എടുത്തു കഴിഞ്ഞാൽ ബലം കുറയും. എടുത്തു കഴിഞ്ഞാൽ ബലം കുറയും. അവിടെ തൽക്കാലം എന്തെങ്കിലും GI പൈപ്പ് എന്തെങ്കിലും ഇടാനാണ് അവര് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നിർദ്ദേശം കൊടുക്കും. അതല്ലാതെ അത് നമ്മൾ ഇപ്പുറത്തുനിന്ന് ബസ് സ്റ്റാൻഡ് ക്രോസ് ചെയ്തിട്ട് മറ്റേ ലെഫ്റ്റ് സ്കൂളിന്റെ അധികം പോണ ലൈനാണ് ശരിക്കുള്ള ലൈൻ. മറ്റേത് പറഞ്ഞാല് ഇപ്പൊ തൽക്കാലം വെള്ളം കൊടുക്കണമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ താൽക്കാലികം കൊടുത്തതാണ്. ആധികാരികമായിട്ടൊന്നും അറിയിക്കാനുള്ള ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ റിക്വസ്റ്റ് ചെയ്തു കുറച്ച് GSP ഇട്ടിട്ട് അതൊന്ന് നിരപ്പായ ആ ഒരു പുള്ളിയിൽ GSP ഇട്ട് സെറ്റാക്കാൻ പോലും അവർ പറയണത് ആ GSP ഇട്ടാൻ അതിന്റെ പിന്നാലെ ഇവരൊന്ന് മാറ്റിയിട്ട് ആ GSP വേസ്റ്റ് ആകാൻ വർക്ക് കഴിഞ്ഞു എന്നുള്ള വിവരം ആധികാരികമായിട്ട് സാറൊന്ന് രാജീവ് സാറെ വിളിച്ചോളാം. ഇന്നലെ രാത്രിയോടെ വർക്ക് ചെയ്യാമെന്നൊന്നും സാറ്. റോഡ് നിർമ്മാണത്തിൽ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്ന് വ്യാപാരികൾ ആരോപിച്ചു. വകുപ്പുകൾ തമ്മിൽ പരസ്പരം പഴിചാരൽ മാത്രമാണ് നടക്കുന്നത്. നിള IPT റോഡുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദിവസങ്ങളോളം ടൗൺ ഭാഗം അടച്ചിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് പട്ടാമ്പി പള്ളിയുടെ ആ ഭാഗത്ത് SBIയുടെ മുന്നിൽ നിന്നുള്ള കുറച്ച് ഭാഗം ഒരു പ്രവർത്തനം നടക്കാത്ത ഒരു സാഹചര്യത്തിൽ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട സമയത്ത് വാട്ടർ അതോറിറ്റി അവിടെ റോഡ് പണി 2 ദിവസം നടത്തരുത്, അത് കുറച്ചുകൂടി വർക്കുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ചർച്ച വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ വന്നതാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് വാട്ടർ അതോറിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ KRFB ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ KSEB ആണെങ്കിലും ഇതൊക്കെ സംയോജിച്ച് ഒത്തൊരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോകുന്ന സമയത്ത് ഇന്ന് കാലത്ത് നമ്മൾ പട്ടാമ്പി ടൗണിലേക്ക് വരുന്ന സമയത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാങ്ങാട്ടി ഭാഗത്ത് വരുന്ന ഏകദേശം ഞാങ്ങാട്ടി സെൻറ്റർ വരെ വാഹനങ്ങളൊക്കെ ആണ്. മറ്റുള്ള ഭാഗത്തൊക്കെ ടാറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞെങ്കിലും ശരി, ഇവിടെ ഈ ഭാഗത്ത് SBIയുടെ ഭാഗത്ത് വരുന്ന കുറച്ച് സ്ഥലം ഒരു കുപ്പിക്കഴുത്ത് പോലെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പ്രത്യേകിച്ച് RS റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തുന്ന സമയത്ത്
ഒരു പ്രവർത്തനം നടത്താത്ത ഒരു ഒച്ചഴയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എഞ്ചിനീയർ മീൻസ് അതിൻ്റെ കോൺട്രാക്ടർ എടുത്തിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ വ്യാപാരികളുടെ പ്രതിഷേധം അറിയിക്കാനും എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തിയത്. മേലെ പട്ടാമ്പി SBIക്ക് സമീപം പ്രവർത്തികൾ നിലച്ച അവസ്ഥയാണ്. ഇത് കാരണം പലപ്പോഴും വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ടെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.